ഞാൻ ആഫ്രിക്കക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന കസാവ ഫുഫുയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എനിക്ക് ഓർമ്മ വന്നത്, ഇതൊന്നും എന്തായാലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കസാവ ഫുഫു ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ട് ഫേസ്ബുക്കിൽ എനിക്ക് ഇത് അത്ര നല്ലതല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ എല്ലാവർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്തത് വീഡിയോ ഇട്ടതാണ്. എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടം. മലയാളികൾക്ക് പൊതുവേ ആ ഒരു ടൈപ്പ് ഇതുപോലത്തെ ഇങ്ങനെ വലിഞ്ഞിട്ട് വരുന്ന ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ല എന്നുള്ള കമൻസ് ആട്ടോ കണ്ടത്. ഞാനും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമായിട്ടില്ല, പക്ഷേ എനിക്കിഷ്ടമായി. കറിയൊക്കെ കൂട്ടി കഴിക്കാനും ഇഷ്ടമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു തവണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. പൂള വരകിയത്, കപ്പ വരകിയത് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം. അപ്പോൾ ഞാനൊരു ഏകദേശം 1.5 കപ്പ് കപ്പ നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ അതേസമയം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാനൊരു 3 അച്ച് ശർക്കര എടുത്ത്, വലിയ അച്ച് ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ വരകിയതുപോലെ തന്നെ നമുക്ക് കൂവപ്പൊടി വരകിയതും അതേപോലെ പന വരകിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ചെയ്യാം. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇതുപോലെ ഈ കപ്പ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. അതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് കുറുകി വരും കേട്ടോ. അപ്പോൾ അത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊടുക്കും. ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കി നോക്കിയവർ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്, കപ്പ വരകിയത്. അപ്പോൾ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം സെറ്റിന്. ഇതിലേക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ചൂടോടുകൂടെ, ചെറിയൊരു ചൂടോടുകൂടെ തന്നെ കഴിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം, തണുക്കുന്നതിലേറെ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൽവയുടെ പോലെയൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാവുക. എന്നാലും നല്ല ഹൽവയുടെ പോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഇതുപോലെ വലിഞ്ഞിട്ട് തന്നെ കേട്ടോ ഉണ്ടാവുക. ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഈ കസാവ ഫുഫുവിനോട് പറഞ്ഞ പോലെ ഇതുപോലെ വലിഞ്ഞിട്ടുള്ള ഐറ്റം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്